ശരിക്കും സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു 8 വർഷത്തേക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചോദ്യം ഒരു 8 വർഷത്തെ ഒരു ഫ്യൂച്ചർ ഒരു മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. സാറിൻ്റെ കയ്യിൽ ലേബർ ഇന്ത്യ പോലെ വലിയൊരു മാധ്യമമുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത്ര നമ്പർ ഓഫ് ബിസിനസ് വന്നാലാണ് നമ്മുടെ നാട്ടിൽ ബിസിനസ് വളരുള്ളൂ എന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ രാഷ്ട്രീയം കോളേജുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കുട്ടികൾക്ക് രാഷ്ട്രബോധം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം സാറിൻ്റെ ലേബർ ഇന്ത്യയിലൂടെ കുട്ടികൾക്ക് ബിസിനസ്സിൻ്റെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോ സ്കൂളുകളിലും നമുക്കൊരു ബിസിനസ് ഓൺടർപ്രൈസിങ് സെല്ലുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം ആ കുട്ടികളെ രാഷ്ട്രീയം വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്നും മാറ്റി രാഷ്ട്രീയം വേണം, അത് രാഷ്ട്രബോധത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് രാഷ്ട്രീയവും ബിസിനസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് സാറിൻ്റെ 8 വർഷത്തിന് ശേഷമുള്ള ചിന്തയിൽ ഇന്നേ തുടങ്ങിയാൽ അതിനൊരു വലിയൊരു സ്പേസ് ഉണ്ട്. ആസ് എ പ്ലാനിംഗ് ബോർഡ് മെമ്പർ സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇതിനു വേണ്ടിയിട്ട് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കണം. ഞാൻ 8 വർഷത്തേക്ക് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്ന ഒരു പേസിലും ചിന്തയിലും പോയാൽ മാറ്റം വരില്ലെന്നാണ് അർത്ഥം. വിപ്ലവകരമായ മാറ്റമായിട്ട് ഉടനെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റോ വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകളോ ഒക്കെ ഒരു യൂ ടേൺ എടുക്കാൻ അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായ തീരുമാനം എടുക്കാൻ മനസ്സ് കാണിച്ചാൽ ഇതൊന്നും സംഭവിക്കില്ല എന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 8 വർഷം നമുക്കൊന്ന് 7-8 വർഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. 8 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദ്യം ഇപ്പോൾ ഈ ചോദ്യത്തിനകത്തുണ്ട്, അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞ ചോദ്യത്തിനകത്തുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതല്ല, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് ഒന്നിപ്പിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി നമ്മൾ അതിനൊരു പ്രോസസ്സുണ്ട്. അതായത് കേരളത്തിന് ഏറ്റവും സുപ്രധാനമായ പ്രശ്നം ഇന്ന് നേരിടുന്നത് എന്താണ്? എന്ത് നല്ല കാര്യം ചെയ്യണമെങ്കിലും നിങ്ങൾ നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ട? ആദ്യം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായി, നിങ്ങൾക്ക് നല്ലൊരു സാധനമുണ്ട്. ഏറ്റവും പ്രധാന സാധനം ഏത് കാര്യത്തിനും വേണ്ടത് പണമാണ്. പണം കേരളത്തിലെ പല കാര്യങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ നിങ്ങൾക്കറിയാം, പണത്തിൻ്റെ ലഭ്യത ഇല്ല. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും പോലും ചെയ്യാൻ പണമില്ല. പണമില്ലാത്തതിൻ്റെ കാരണം നമ്മൾ തന്നെ പണം ഇല്ലാതാക്കിയതാണ്. അപ്പം ഈ പണം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ ഏതൊക്കെയാണ് കേരളത്തിൽ? കേരളത്തിന് പണം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകൾ, സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലൂടെ പണം ഉണ്ടാക്കാൻ ഒരിക്കലും നടക്കില്ല, അങ്ങ് വിട്ടേക്കുക. അപ്പോൾ പണം ഉണ്ടാക്കാൻ കഴിയുന്ന 4-5 മേഖലകളുണ്ട്, സുപ്രധാനമായ മേഖലകൾ കേരളത്തിൻ്റെ സാധ്യതകൾ വെച്ചിട്ട്. 1 ടൂറിസം, സ്വാഭാവികമായിട്ട് 1. 2 IT. 3 എഡ്യൂക്കേഷനിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷക്കണക്കിന് കുട്ടികൾ പോയിട്ട് ഉക്രൈനിൽ പഠിച്ചിട്ട് ഉക്രൈൻ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിനേക്കാൾ നല്ല മെഡിക്കൽ കോളേജാണ് ഉക്രൈനിലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തജിക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജ് ഇതിനേക്കാൾ ഗംഭീരമാണെന്ന് കരുതുന്നുണ്ടോ? അവർ ചൊവ്വേന്നൊരു മൃതദേഹം കാണാതെ പഠിക്കുന്നതെന്നുള്ള എനിക്കറിയാം നന്നായിട്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഞാനിപ്പോൾ 4 പറഞ്ഞോ, IT, ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. ഈ 4 മേഖല ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് വേണേൽ ഒരു പ്രൊപ്പഗാൻഡയും നടത്താതെ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ലാതെ ഇപ്പം തന്നെ വേണമെങ്കിൽ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ലോക കേന്ദ്രമാക്കി ഈ 4 മേഖലയുടെയും കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്നതാണ് നമുക്ക്. IT പാർക്കുകൾ എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട്, നമ്മളുടെ ഈ സാമുദായിക നേതാക്കന്മാരും സംഘടനകളും ഒക്കെ പള്ളിക്കൂടങ്ങൾ തുടങ്ങും, കോളേജുകൾ തുടങ്ങും. എന്താ ഇവരൊന്നും ഒരു IT പാർക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഒരു ടെക്നോ പാർക്ക് പോലെ, ഇൻഫോ പാർക്ക് പോലെ ഒരു സാധനം 100 കണക്കിന് ഏക്കറുള്ള എത്രയോ സമുദായങ്ങൾ ഇവിടെയുണ്ട്. അതാരംഭിച്ചാൽ ഇവരെ IT പഠിപ്പിച്ച് BTech പഠിപ്പിച്ച് വിടുന്ന കുട്ടികൾ ഇവിടെ പണിയെടുക്കില്ലേ? ബാംഗ്ലൂരിലേക്ക് പോവില്ലല്ലോ. അവിടെ ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കപ്പെടുമ്പോൾ അത്തരത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 10-15 IT പാർക്കുകൾ വീതം ഉണ്ടാകുമ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റം തന്നെ മാറില്ലേ? അവിടുത്തെ ജീവിത നിലവാരം മാറില്ലേ? അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് സാധ്യതകൾ മാറില്ലേ? അതൊരു പ്രത്യേക തുരുത്തായിട്ട് വളർന്നു അതിൻ്റെ പരിസരങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ? ഈ പുറത്തേക്ക് പോകുന്നവൻ അവിടെ നിൽക്കുകയും അവിടെ അവൻ്റെ ജീവിതവും അവിടെയുള്ള പ്രതിഫലം കിട്ടുകയും അവിടെ എൻ്റർടൈൻമെൻറ്റുള്ള സൗകര്യം ഉണ്ടാകുകയും അവന് വീട്ടിൽ പോകാൻ കഴിയുകയും മാതാപിതാക്കളുടെ ഒപ്പം ജീവിക്കാൻ കഴിയുകയും മക്കളോടും കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? ടൂറിസം, എത്രയോ ഫെസിലിറ്റികൾ ഉണ്ടാകും. വിദേശത്തുനിന്ന് പണം വരിക മാത്രമല്ല, നമ്മളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് പോകാതെ അതേ സൗകര്യത്തിൽ ജെൻറ്റിങ് ഹൈലാൻഡ് പോലെ മൂന്നാറിൽ പോയി നമുക്ക് തന്നെ ആഘോഷിച്ചിട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് സ്വിറ്റ്സർലൻഡിലേക്കും ജീവിതം മാറ്റി പറിച്ചു നടേണ്ടത്? ഇവിടുന്ന് വിട്ടുപോകുന്നവരുടെ പ്രധാന ആവശ്യം എൻ്റർടൈൻമെൻറ്റ് ചുവന്നതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തിരിച്ചറിയുന്നില്ല. സദാചാര പോലീസും ആവശ്യമില്ലാത്ത നിയമങ്ങളും ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങളും കൊണ്ട്
നമ്മൾ വരിഞ്ഞു മുറുക്കിയിട്ട് നമ്മളുടെ തലമുറ എൻ്റർടൈൻഡ് ആവാൻ, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കഞ്ചാവടിക്കൽ എന്നാണ് തെറ്റിദ്ധരിക്കേണ്ട, നഗ്നനൃത്തമാണെന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇതൊന്നുമല്ലാത്ത മാന്യമായ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ധാരാളം. അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ടോട്ടാലിറ്റിയിൽ നമ്മൾ കേരളത്തെ റീഡിസൈൻ ചെയ്യണം. നമ്മുടെ 100 കണക്കിനുള്ള ഹോസ്പിറ്റലുകളെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏത് അയൽ രാജ്യത്തുള്ളതിനേക്കാളും ഏറ്റവും മികച്ച മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. നമ്മുടെ മെഡിക്കൽ ടീം, നമ്മുടെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി ലോക നിലവാരമുള്ളതാണ്. നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫ്, നമ്മുടെ ഡോക്ടർമാർ മിടുമിടുക്കന്മാരാണ്. ലോകത്തിലെ ഏത് രാജ്യത്തുനിന്നും ഇവിടെ വന്ന് അവിടെ ചിലവാക്കുന്നതിൻ്റെ 10-ലൊന്നോ 15-ലൊന്നോ പൈസയ്ക്ക് ചികിത്സിച്ചിട്ട് തിരിച്ചു പോകാൻ കഴിയില്ലേ? മെഡിക്കൽ ടൂറിസം എത്ര സാധ്യതയുള്ളൊരു മേഖലയാണ്. എഡ്യൂക്കേഷൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മുഴുവൻ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ കഴിയില്ലേ? അവിടെ ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, ടെക്നിക്കൽ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, മെഡിക്കൽ കോഴ്സുകൾ എല്ലാം നമുക്ക് ആഫ്രിക്ക മുഴുവനിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ക്യാപിറ്റേഷൻ വെച്ച് ഓരോ കുട്ടിയിൽ നിന്നൊരു 40 ലക്ഷം 20 ലക്ഷം രൂപ മേടിച്ചാൽ എത്ര പണം ഓരോ വർഷം ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഒഴുകിയെത്തും? ഇങ്ങനെ ഈ 4-5 മേഖലകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊന്ന് റീഡിസൈൻ ചെയ്താൽ മാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും നമുക്ക്. അപ്പോൾ അത് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ എക്കണോമിക്സ് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതെടുത്തില്ലേ, ഇതൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമുക്ക് കയ്യിൽ നിന്ന് എടുക്കണം ഇച്ചിരി കഴിയുമ്പോൾ.